കഴിഞ്ഞ തവണ പൊതുവേദിയിൽ വെച്ചാണ് എങ്കിൽ ഇത്തവണ ഓഫീസിലെത്തിയാണ് പി.വി. അൻവർ എസ്.പിയോടുള്ള വിരോധം തീർത്തത്. മലപ്പുറം എസ്.പി. എസ്. ശശിധരനെ വീണ്ടും അവഹേളിച്ച് നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ. എം.എൽ.എ. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ എസ്.പിയുടെ ക്യാമ്പ് ഓഫീസിലെത്തി അകത്തു പോകണം എന്ന് ആവശ്യപ്പെട്ടു. എസ്.പി ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം മുറിച്ചു കടത്തിയെന്നും അതിന്റെ കുറ്റി കാണണം എന്നുമായിരുന്നു എം.എൽ.എയുടെ ആവശ്യം. വ്യാഴാഴ്ച വൈകിട്ട് ഏകദേശം 5 മണിയോടെയാണ് എം.എൽ.എ. എസ്.പിയുടെ ക്യാമ്പ് ഓഫീസിലെത്തിയത്. പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ അകത്ത് കടക്കാൻ അനുവാദം വേണം എന്ന് അറിയിച്ചു. ഇവിടുന്ന് മുറിച്ചു കൊണ്ടുപോയ മരത്തിന്റെ കുറ്റി നോക്കാനാണ് വന്നതെന്നും എഴുതി തരണോ എന്നും എം.എൽ.എ. ചോദിച്ചു അത്രേ. എന്നാൽ എസ്.പിയുടെ ഓഫീസിലേക്ക് വിളിച്ച് അനുവാദം വാങ്ങണം എന്ന് പാറാവുകാരനായ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എനിക്ക് അയാളുടെ ഓഫീസിൽ പോകുന്ന പണിയല്ല എന്നായിരുന്നു അൻവറിന്റെ മറുപടി. എസ്.പിയുടെ ക്യാമ്പ് ഓഫീസ് എന്നാണ് പേരെന്നും ഇത് ഓഫീസാണ് എന്നായിരുന്നു അൻവറിന്റെ മറുവാദം. എന്നാൽ അകത്ത് കടക്കണമെങ്കിൽ എസ്.പിയുടെ അനുവാദം വേണം എന്ന് പോലീസുകാരൻ പറഞ്ഞു. എസ്.പിയെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് കാണാൻ അവിടേക്ക് ആരും വരാറില്ല എന്നും പോലീസുകാരൻ അറിയിച്ചു. മനുഷ്യരുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ് ആരും അയാളെ കാണാൻ വരാത്തത് എന്നായിരുന്നു പി.വി. അൻവറിന്റെ പ്രതികരണം. എസ്.പി DPOയിൽ ഉണ്ടാകും എന്നറിയിച്ചു എങ്കിലും അൻവർ അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല. ഞാൻ അയാളെ മുറിച്ച മരത്തിന്റെ കുറ്റി കാണാൻ വന്നതാണ് എന്ന് ആവർത്തിച്ച് പാറാവുകാരനുമായി തർക്കിക്കുകയായിരുന്നു. കാവൽ നിന്ന് ഉദ്യോഗസ്ഥനോട് സീനിയർ ഓഫീസറെ വിളിച്ച് അനുമതി തേടാൻ പറഞ്ഞു. സാർ വിളിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ പോലീസുകാരനോട് നിങ്ങൾക്ക് എന്തുകൊണ്ട് വിളിച്ചുകൂടാ എന്നായി. ഓരോന്നിനും ഓരോ ഹയറാർക്കി ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥൻ മറുപടി നൽകി. എസ്.പിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറെ ബന്ധപ്പെട്ടുവെങ്കിലും പ്രയോജനമുണ്ടായില്ല. എസ്.പിയെ കാണാൻ വന്നതല്ല, എസ്.പി മുറിച്ച മരത്തിന്റെ കുറ്റി കാണാൻ വന്നതാണെന്ന് അപ്പോഴും അൻവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സംഭവത്തിന്റെ വീഡിയോയും അൻവർ ചിത്രീകരിച്ചത്രേ. ഇത് മാധ്യമങ്ങളുടെ കൈവശം എത്തിക്കുകയും ചെയ്തു. അടുത്തിടെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പി.വി. അൻവർ എസ്.പിയെ പരസ്യമായി അവഹേളിച്ചത് വളരെയധികം വിവാദമായിരുന്നു. അൻവറിന്റെ പേരിൽ പ്രവർത്തിച്ചിരുന്ന പാർക്കിലെ ചങ്ങല പോലീസുകാർ കണ്ടെടുത്തി കൊടുത്തില്ല എന്നായിരുന്നു പരാതി. ഈ സംഭവത്തിൽ എം.എൽ.എ. മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട IPS അസോസിയേഷനും രംഗത്ത് എത്തിയിരുന്നു. എന്നാൽ നിലമ്പൂരിന്റെ മാപ്പുണ്ട്, മലപ്പുറത്തിന്റെ മാപ്പുണ്ട്, കേരളത്തിന്റെ മാപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മാപ്പില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു അദ്ദേഹം ഇതിന് ഒരു മറുപടി നൽകിയത്. കേരളം ഞെട്ടിയ ഇലന്തൂർ നരബലി കേസ് ഉൾപ്പെടെ തെളിയിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് എസ്.പി. എസ്. ശശിധരൻ. എസ്.പി 1 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നതും തന്റെ പാർക്കിലെ റോപ്പ് മോഷണം പോയതിൽ പ്രതിയെ പിടികൂടാത്തതുമാണ് അന്ന് പൊതുവേദിയിൽ അൻവറിനെ ചൊടിപ്പിച്ചത്. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ജനങ്ങളുടെ മനോവികാരം ഉണ്ടാക്കാൻ പോലീസിൽ ചിലർ ശ്രമിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. എസ്.പി ബോധപൂർവ്വം പരിപാടിയിൽ വൈകി എത്തിയതാണെന്നും ആരോപിച്ചു. 10 മണിക്കുള്ള സമ്മേളനത്തിന് 9:50 എത്തിയ തന്നോട് കാത്തിരിക്കാൻ പറഞ്ഞു. എസ്.പി തിരക്കിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ വരാതിരുന്നത് എങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവനവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും ശരിയായ രീതികളല്ല എന്നായിരുന്നു അൻവർ പ്രതികരിച്ചത്. അതിനു പിന്നാലെ എസ്.പി ഏതാനും വാക്കുകളിൽ പ്രസംഗം അവസാനിപ്പിച്ചാണ് അന്ന് ആ വേദി വിടുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നിട്ടാണ് പി.വി. അൻവർ എം.എൽ.എ. ഇത്തരത്തിലൊരു സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിനി അസോസിയേഷൻ എന്ത് നടപടിയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയുക തന്നെ വേണം. പി.വി. അൻവർ എം.എൽ.എ. ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം ഒരു സമൂഹത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തെ അവഹേളിക്കുക എന്നത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ശരിയായ കാര്യമല്ല എന്ന അഭിപ്രായം പൊതുസമൂഹത്തിൽ ഉയരുന്നു. എന്തുകൊണ്ടാണ് ഇതുപോലൊരു ഉദ്യോഗസ്ഥനെ മാത്രം ടാർഗറ്റ് ചെയ്ത് പി.വി. അൻവർ മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യവും സമൂഹത്തിൽ ശക്തമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.